അൽഹംദുലില്ലാ, ചക്ക കൊണ്ടുള്ള ചക്കയുടെ പ്രഥമനും നല്ല ചക്ക കൊണ്ടുള്ള അടയും ചക്ക കൊണ്ടുള്ള കിണ്ണത്തപ്പവും ചക്ക കൊണ്ടുള്ള ഉന്നക്കായും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ചക്ക കൊണ്ടുള്ള 4 ഐറ്റം ഉണ്ടാക്കാം. അതിനായി ചക്ക മുറിച്ച് അതിൻ്റെ പകുതി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ആദ്യമായി നമുക്ക് ചക്ക കൊണ്ടുള്ള ഉന്നക്കായ തയ്യാറാക്കാം. അതിനായിട്ടൊരു ഇഡ്ഡലിക്കുട്ടു എടുത്തതിലേക്ക് ചക്ക ഇട്ട് കൊടുത്ത് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ആവി കയറ്റിയെടുത്ത ചക്കയെ നമുക്കൊരു ചെറിയ ജാറിലാക്കി ചക്കയും കുറച്ച് ശർക്കരയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുത്ത ചക്കയിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല കട്ടിപ്പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അത് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി നമുക്കതിലേക്ക് ശർക്കരയും തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കപ്പലണ്ടിയും കൂടെ ചേർത്ത് ചെറിയ ഉരുളകളാക്കി നമുക്കൊരു മുന്നക്കായുടെ പരുവത്തിൽ നമുക്കതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കതിനെ വറുത്ത് കോരിയെടുക്കാം. നമുക്കിനി കിണ്ണത്തപ്പം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ജാറെടുത്ത് കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ചക്ക ഇട്ട് കൊടുത്ത് കുറച്ച് ശർക്കരയും ചേർത്ത് കുറച്ച് പാലും ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ച് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുത്ത് നമുക്കതിൽ എണ്ണ തടവി കൊടുത്ത് ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റി കിണ്ണത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കിണ്ണത്തപ്പം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയട തയ്യാറാക്കാം. അതിനായിട്ട് ഇല വാട്ടിയെടുത്ത് നമുക്ക് മാവ് തയ്യാറാക്കാം. മാവിനായി നമുക്ക് ചക്ക ഒരു മിക്സിയിലിട്ട് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് നമുക്കതിലേക്ക് അരിമാവ് ഇട്ട് കൊടുക്കുക. അരിമാവ് ഇട്ട് ഇളക്കി നല്ല അധികം ലൂസും നല്ല കട്ടിയില്ലാത്ത പരുവത്തിൽ എടുത്ത് നമുക്ക് ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇലയുടെ മുകളിൽ നമുക്ക് ശർക്കരയും തേങ്ങയും ചക്കയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കതിന് മുകളിൽ ഇട്ട് കൊടുത്ത് നല്ലൊരു മടക്കി എടുത്ത് നമുക്ക് ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ആവി കയറി വന്ന് ചക്കയുടെ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയുടെ പ്രഥമൻ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ചക്ക വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കപ്പലണ്ടിയും വറുത്തെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചക്കയും കുറച്ച് പാലും ഒഴിച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച്
വീണ്ടും പാലൊഴിച്ച് നല്ലപോലെ മിക്സാക്കി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ലപോലെ ഇളകി വരുമ്പോൾ നമുക്ക് ചവ്വരിയും അടയും വേറൊരു പാത്രത്തിൽ വേവിച്ച് നമുക്ക് സെപ്പറേറ്റ് വയ്ക്കാം. അപ്പോൾ നല്ലപോലെ പിന്നെ ഈ ചക്കയും പാലും നല്ലപോലെ കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ചവ്വരിയും ഈ അടയും ചേർത്ത് കൊടുക്കാം. അടയും ചവ്വരിയും നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി പായസം പ്രഥമ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കപ്പലണ്ടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാം.